ഹരികുമാർ സർ, നമസ്കാരം. നമസ്തേ. ഉന്നത വിദ്യാഭ്യാസ മേഖല CPM-ന്റെ കൈപ്പിടിയിൽ നിന്ന് കുതറി മാറുകയാണോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. ജ്ഞാനസഭ എന്ന പേരിൽ RSSന്റെ ദേശീയ വിദ്യാഭ്യാസ കോൺക്ലേവ് കൊച്ചിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത് സമാപിക്കും. കഴിഞ്ഞ ദിവസം ഞായറാഴ്ച 4 VC-മാരാണ്, 4 സർവകലാശാലകളിലെ VC-മാരാണ് ഈ വേദിയിൽ പങ്കെടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധമാണ് സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. KSU അടക്കം വിവിധ യൂണിയനുകളൊക്കെ ഇപ്പം പ്രതിഷേധിക്കുന്നുണ്ട്. ബിന്ദു വലിയ രീതിയിൽ പ്രതിഷേധം അറിയിച്ചിരിക്കുന്നു. ഇത് ശരിക്കും CPM-ന്റെ കൈപ്പിടിയിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസ മേഖല കുതറി മാറുകയാണോ? ഈ കഴിഞ്ഞ ദിവസം RSSന്റെ ഭാഗമായിട്ടുള്ള ശിക്ഷാ സംസ്കൃതി ഉദ്ധാന്യ സംഘടിപ്പിച്ച ജ്ഞാന സദസ്സിൽ, അതായത് എഡ്യൂക്കേഷൻ സമ്മിറ്റില് കേരളത്തിലെ 4 സർവകലാശാലയുടെ VC-മാര് പങ്കെടുത്തു. അതായത് കേരള, കാലിക്കട്ട് സർവകലാശാല, കണ്ണൂർ സർവകലാശാല, പിന്നെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കൊച്ചിയിലെ ഫിഷറീസ് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായ ബിജുകുമാർ, അദ്ദേഹത്തിന്റെ സാന്നിധ്യമാണ് പലരെയും ഞെട്ടിച്ചത്. കാരണം അദ്ദേഹം അറിയപ്പെടുന്ന ഇടതുപക്ഷ അധ്യാപക സംഘടനയായ ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ്, അതായത് ഫൂട്ട, ആ ഫൂട്ടയുടെ ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ സാന്നിധ്യമാണ് ഇപ്പോ ഈ ഒരു വിറളി പിടിച്ച ഇടതുപക്ഷം പ്രതികരിച്ചതിന്റെ കാരണം. ശ്രീ ബിജുകുമാർ പറയുന്നത് അദ്ദേഹം അമൃത യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച ഒരു വിദ്യാഭ്യാസ സെമിനാറിലാണ് പങ്കെടുത്തത് എന്നാണ്. എന്താണ് അതിന്റെ വിശദീകരണത്തിന്റെ ഒരു ശരിയായ അർത്ഥം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പിന്നെ സർക്കാരിനെ സംബന്ധിച്ച് സർക്കാർ ആകെ ഒരു ധർമ്മസങ്കടത്തിലാണ്. കാരണം ഈ ഒരു വിഷയത്തിൽ നടപടിയെടുക്കാൻ പറ്റില്ല. RSS എന്ന് പറയുന്നത് ഒരു നിരോധിത സംഘടനയല്ല. അതുപോലെ ആ ചടങ്ങിൽ സർവകലാശാലകളുടെ ചാൻസലറായ ഗവർണർ ഉണ്ടായിരുന്നു. ചാൻസലർ പങ്കെടുക്കുന്ന ചടങ്ങിൽ വൈസ് ചാൻസലർമാർ പങ്കെടുത്തു എന്ന് വെച്ച് അവർക്കെതിരെ അച്ചടക്ക നടപടിയൊന്നും എടുക്കാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ, മധുരിച്ചിട്ട് തുപ്പാനും വയ്യ. ആ അവസ്ഥയിലാണ് കേരള സർക്കാർ. പിന്നെ പതിവ് പോലെ മന്ത്രി ബിന്ദു ദുർബലമായ പ്രതിഷേധങ്ങളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഞാൻ മുമ്പേ പറഞ്ഞ ഈ ഫെഡറേഷൻ ഓഫ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് ഫൂട്ട തിങ്കളാഴ്ച സർവകലാശാല ക്യാമ്പസുകളിൽ പ്രതിഷേധം സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പം ആദ്യം ഗൗതം ചോദിച്ച ചോദ്യത്തിലേക്ക് ഞാൻ വരാം. അതായത് ഉന്നത വിദ്യാഭ്യാസം കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരുന്ന CPM-ന് അവ നഷ്ടപ്പെടുകയാണോ? ആ ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് മേലുള്ള സ്വാധീനം നഷ്ടപ്പെടുകയാണോ എന്നതാണ് ചോദ്യം. അത് തീർച്ചയായിട്ടും സ്വാധീനം നഷ്ടപ്പെടുകയാണ് എന്ന് തന്നെയാണ് എൻ്റെ മറുപടി. പക്ഷെ പണ്ടൊക്കെ ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിപരമായിട്ടാണ് ഇവിടെ RSS ഈ വിഷയത്തിൽ ഇടപെടുന്നത്. പണ്ട് യൂണിവേഴ്സിറ്റികളുടെ നിയന്ത്രണം ഈ കുട്ടിക്കുരങ്ങിനെ വിട്ട് ചുടുചോറ് വാരിച്ചുകൊണ്ടാണ് പണ്ട് പിന്നെ CPM നിയന്ത്രിച്ചിരുന്നത്. അതായത് SFI ഇളക്കി വിട്ട് പ്രക്ഷോഭം ഉണ്ടാക്കുന്നു. ഈ സർക്കാർ കോളേജുകളിലൊക്കെ ഈ ആദ്യത്തെ 1ഉം 2ഉം തവണ അഡ്മിഷൻ കഴിയുമ്പോൾ ഒരുപാട് പേര് മാറിപ്പോകും. അതായത് അവർക്ക് വേറെ വളരെ മാർക്കുള്ളവരായിരിക്കും ഫസ്റ്റ് റൗണ്ടിൽ അഡ്മിഷൻ കിട്ടുന്നത്. അവർക്ക് കേരളത്തിന് പുറത്തുള്ള ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ കിട്ടും. അപ്പോൾ അവർ TC വാങ്ങിച്ചങ്ങ് പോകും, പിന്നെ വീണ്ടും വരും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഈ SFIയുടെ ആൾക്കാരെ, സമരനായകന്മാരെ ഇതിൽ തിരികെ കയറ്റും ഓരോ സർക്കാർ സ്കൂൾ കോളേജുകളിലും. അങ്ങനെ പിന്നെ ഇവരെ ഉപയോഗിച്ച് കല്ലേറും, കത്തിക്കുത്തും, തിരികടവും അത് നടപ്പാക്കിക്കൊണ്ടാണ് സർവകലാശാലകൾ SFI നിയന്ത്രണത്തിൽ നിലനിർത്തുന്നത്. ഇതിനൊക്കെ ചൂട്ടുപിടിക്കുന്ന അധ്യാപകരുമുണ്ട്. അവർക്ക് അധ്യാപനമല്ല, അവർക്ക് മുഖ്യമായിട്ടും അവർ ശ്രദ്ധിക്കുന്നത് രാഷ്ട്രീയത്തിലാണ്. അപ്പൊ അങ്ങനെ ഇവർക്ക് വളരെ വലിയ പോസ്റ്റുകളൊക്കെ കൊടുക്കും. അതാണ് ഈ അധ്യാപക AKPCTA, GC, പിന്നെ ഇടതുപക്ഷ സംഘടനയുണ്ട്, ഗവൺമെന്റ് കോളേജിലെ ടീച്ചേഴ്സ് അസോസിയേഷൻ ഉണ്ട്. അങ്ങനെ ഈ സംഘടനകളുടെ നിയന്ത്രണത്തിലും സർക്കാർ CPM-ന്റെ നിയന്ത്രണത്തിലുമാണ് ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ഇത് കേരളത്തിൽ മാത്രമല്ലായിരുന്നു. ദേശീയ തലത്തിൽ ഒരു പ്രസക്തിയുമില്ലാത്ത ഇടതുപക്ഷത്തിന് ഡൽഹിയിലെ സർവകലാശാലകൾ, കോളേജുകൾ പോലും അവരുടെ നിയന്ത്രണത്തിലാണ്. അതാണ് അതിനകത്തിൽ അത്ഭുതം. പക്ഷെ പതുക്കെ സംഘപരിവാർ, കോൺഗ്രസ് ദൗർഭാഗ്യവശാല് ഈ ഇടതുപക്ഷത്തിന്റെ ഈ നീരാളിപ്പിടുത്തത്തിൽ നിന്നും സർവകലാശാലകളെ മോചിപ്പിക്കുന്നതിൽ കോൺഗ്രസ് ശ്രദ്ധിച്ചിരുന്നുമില്ല,
അവർ പരാജയപ്പെടുകയും ചെയ്തു. അതാണ് ഈ ഇടതുപക്ഷത്തിന് സർവകലാശാലകൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വലിയ മേൽക്കൈ ലഭിക്കാനുണ്ടായ കാരണം. പക്ഷേ സംഘപരിവാർ അങ്ങനല്ല. അവർക്ക് പിന്നെ വ്യക്തമായ പരിപാടികളും പദ്ധതികളും അത് നടപ്പാക്കാനുള്ള ശേഷിയുമുണ്ട്. അതാണ് കേരളത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കോൺഗ്രസിന്റെ പിന്നെ സർവകലാശാല യൂണിയനുകൾ, അതുപോലെ കേരള സർവകലാശാലയിലാണെങ്കിൽ പഴയ കോൺഗ്രസ് നേതാവായിരുന്ന RS ശശികുമാർ, അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ ഈ പോരാട്ടത്തിനെല്ലാം നേതൃത്വം കൊടുക്കുന്നത്. ഈ ഇടതുപക്ഷം യൂണിവേഴ്സിറ്റിയിൽ കാണിക്കുന്ന അതിക്രമങ്ങളെ ഒക്കെ ലോകത്തിന് അറിയാൻ പറ്റിയത് എൻ്റെ ഒരു ഊഹത്തിൽ RS ശശികുമാർ എന്ന ഒരു വ്യക്തി ഉള്ളത് കൊണ്ടാണ്. അദ്ദേഹം ഗവർണറെ നേരിട്ട് കാണുകയും ഗവർണർക്ക് ഈ വിഷയത്തിലുള്ള എല്ലാ കാര്യങ്ങളും വിശദാംശങ്ങളും സമർപ്പിക്കുകയും, അപ്പം ഒരൊറ്റ വ്യക്തിയുടെ പോരാട്ടമാണ് ഇന്ന് ഇടതുപക്ഷത്തിന് പിന്നെ എന്താണ് തിരിച്ചെടുക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ രീതിയിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിനോ അനുബന്ധ സംഘടനകൾക്കൊന്നും യൂണിവേഴ്സിറ്റിയുടെ പിന്നെ ഭരണ മേഖലയിലോ അവിടെ നടക്കുന്ന അഴിമതികൾക്കോ അതിനെക്കുറിച്ചൊന്നും അവർക്ക് വലിയൊരു പിന്നെ ധാരണ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. കാരണം അവർക്ക് അവിടെ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റിയിരുന്നില്ല. പക്ഷേ കോൺഗ്രസിനോട് അനുഭാവം പ്രകടിപ്പിച്ചു നിന്ന സംഘടനകളിലെ ചിലര് അവർ വളരെ ഡെസ്പറേറ്റ് ആയി. അവർ RSSുമായിട്ടൊന്നും ബന്ധപ്പെട്ടില്ല, പക്ഷെ അവർ നേരെ ഗവർണറെ പോയി കണ്ടു. അങ്ങനെ ആ മേഖലകളിലൊക്കെ തന്നെ നടപടികൾ വരാൻ തുടങ്ങി. വൈസ് ചാൻസലർമാരെ ഇഷ്ടക്കാരെ തിരികെ വെച്ചിരുന്ന സ്ഥാനത്ത് അർഹതപ്പെട്ടവരിൽ നിന്നും അപേക്ഷ സ്വീകരിച്ച് വൈസ് ചാൻസലർമാരായിട്ട് നിയമനം കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കോടതികളിൽ ചില വിഷയങ്ങളിൽ സർക്കാരിന് അനുകൂലമായ നിലപാടുണ്ടായെങ്കിലും ചില വിഷയങ്ങളിൽ കനത്ത തിരിച്ചടി കിട്ടി. ഇതിപ്പം സർക്കാരിന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. മന്ത്രി ബിന്ദു അവര് ഒന്നാമത് തന്നെ അവർക്ക് വലിയ ഭരണപരിചയം ഉണ്ടെന്ന് തോന്നുന്നില്ല. അവര് ഈ വെറുതെ കിടന്നുകൊണ്ട് ബഹളം വെച്ചുകൊണ്ടിരിക്കുന്നല്ലാതെ അവരെ കൊണ്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റുന്നതായിട്ടും എനിക്ക് തോന്നുന്നില്ല. ബിന്ദു എന്താണ് ചോദിക്കുന്നത്, ഈ ഇടതുപക്ഷത്തിന് അവർ പറയുന്നത് RSSന്റെ ഈ ജ്ഞാനസഭയുടെ പിന്നില് കേരള സമൂഹത്തെ ബ്രാഹ്മണ്യാധികാരത്തിന്റെ നുകത്തിലാക്കുക എന്ന ഹീന ലക്ഷ്യമാണെന്നാണ് ഡോക്ടർ R ബിന്ദു പ്രതികരിച്ചിരിക്കുന്നത്. ഈ ബ്രാഹ്മണരെന്ന് പറഞ്ഞ് കേരളത്തില് എത്ര ബ്രാഹ്മണരുണ്ട്? കേരളത്തിലെ എൻ്റെ ഊഹത്തിൽ മലയാള ബ്രാഹ്മണരെന്ന് പറയുന്ന നമ്പൂതിരിമാര് അവരുടെ ജനസംഖ്യ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം 1,00,000-ൽ താഴെയാണ്. 50,000 60,000 ഒക്കെ വരുള്ളൂ. അതാണ് ഒന്നാമത്തെ. പിന്നെ ഈ കേരളത്തിലെ ബ്രാഹ്മണർ അധികാര സ്ഥാനത്തിരിക്കുന്ന 10 ബ്രാഹ്മണരുടെ പേര് പരസ്യമായിട്ട് പറയാൻ ആർക്കെങ്കിലും കഴിയുമോ എന്നുള്ളത് എൻ്റെ ഒരു വെല്ലുവിളിയാണ്. കേരളത്തിൽ നമ്പൂതിരിയായിട്ടുള്ള ഒരൊറ്റ IAS ഓഫീസറുണ്ട്. ഒരു ചോദ്യമാണ്, ഗൗതം എന്ന് പറയുന്നു, കേരളത്തിൽ ഒരു നമ്പൂതിരി IAS ഓഫീസറുണ്ട്, ഒരു നമ്പൂതിരി IPS ഓഫീസറുണ്ട്. എന്ത് ബ്രാഹ്മണര്, എന്ത് പറഞ്ഞാലും ബ്രാഹ്മണ്യം, ബ്രാഹ്മണ മേൽക്കോയ്മ, ഇതൊന്നും ആരും വിശ്വസിക്കത്തില്ല. ഇത് വെള്ളാപ്പള്ളി പോലും കളഞ്ഞിട്ടുള്ള, കേരള പുലയർ മഹാസഭ പോലും തള്ളിക്കളഞ്ഞിട്ടുള്ള ഒരു പഴകി തേഞ്ഞു പോയ ഒരു പ്രയോഗമാണ്. ബിന്ദു ഇതും പറയും, ഇതിനപ്പുറവും പറയും. വേറെവർ ഐ ഗോ ഐ ടേക്ക് മൈ ഹൗസ് ഇൻ മൈ ഹെഡ് എന്നുള്ള ശുദ്ധ തെറ്റായിട്ടുള്ള ഇംഗ്ലീഷ് ഡ്രാഫ്റ്റിംഗ് നടത്തിയ ഒരു വ്യക്തിയാണ് 30 കൊല്ലം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഹെഡായിട്ടിരുന്ന ശ്രീമതി ബിന്ദു. അവരിതും പറയും, ഇതിനപ്പുറവും പറയും. അതിൽ ഒരു സംശയവും വേണ്ട. അതായത് ഇവിടെ ഈ എന്ത് ബ്രാഹ്മണ മേധാവിത്വം? ബ്രാഹ്മണരില്ലല്ലോ കേരളത്തില്. ഈ 50 പാവങ്ങള് അവര് അമ്പലത്തിൽ പൂജാരികളും അതുപോലെ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് ജീവിക്കുന്നവരാ. ഏതെങ്കിലും പിന്നെ ഉന്നത പദവിയിൽ ഞാൻ ബ്രാഹ്മണരെ ഒന്നും വലിയ വലിയ പദവികൾ ഞാൻ കണ്ടിട്ടില്ല. ഇതൊക്കെ നമ്മുടെ മനസ്സിലുള്ളൊരു തോന്നലാണ്. നായർ സമുദായമുണ്ട്, ആ സംശയമൊന്നുമില്ല. പക്ഷെ അങ്ങനല്ലല്ലോ ബിന്ദു പറഞ്ഞത്. അപ്പൊ ബിന്ദു ആ സമുദായത്തിൽപ്പെടുന്ന ആൾ തന്നെ, നായർ സമുദായം തന്നെ. അപ്പം ഇതൊക്കെ ചുമ്മാതെ പറയും. അതൊന്നും അല്ല പ്രശ്നം. അതല്ല പ്രശ്നം എന്ന് പറയുന്നത്, ഇടതുപക്ഷം നിയന്ത്രിച്ചിരുന്ന ഇടതുപക്ഷത്തിന്റെ ഇഷ്ടക്കാർക്ക്, അവരെ സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഈ ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട അക്കാദമികൾ, സാംസ്കാരിക സംഘടനകൾ, ഇതൊക്കെ കറവപ്പശുക്കളാണ്. ഇവിടെ നിന്നാണ് ഇങ്ങനെ വന്ന് കറന്നെടുത്ത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇഷ്ടംപോലെ കറന്നെടുത്ത് വീട്ടിൽ കൊണ്ടുപോകുന്നത്. അത്
ഇപ്പോൾ നടക്കുന്നില്ല എന്നുള്ള അത് ചോദ്യം ചെയ്യപ്പെടുന്നു. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇവിടെയാണ് ഈ ക്യാച്ച് ദം എന്ന് പറയുന്ന പോലെ കുട്ടികളെ ചെറുപ്പത്തിലെ ഈ പറയുന്ന കമ്മ്യൂണിസവും ഈ ലോകം മുഴുവൻ തിരസ്കരിച്ച പ്രത്യയശാസ്ത്രങ്ങളും ഒക്കെ അവരുടെ തലയിലേക്ക് കയറ്റി പാവപ്പെട്ട വിദ്യാർത്ഥികളെ സമരം ചെയ്ത് അവർക്ക് വിവരമില്ലാതാക്കി, അവർക്ക് ലോകത്ത് എവിടെ പോയാലും ജോലി കിട്ടാത്ത തരത്തിലാക്കി. കേരളത്തിൽ നിന്നും വിദ്യാർത്ഥികളുടെ മഹാപ്രവാഹമാണ് പാശ്ചാത്യ രാജ്യങ്ങളിലോട്ട്. അവരങ്ങനെ ഒഴുകുവാണ്. പിന്നെ ഇതിന്റെ ഒരു ഈ പ്രശ്നം പമ്പാ എന്താണെന്ന് നദിയും എനിക്ക് തോന്നുന്നത്, അച്ചൻകോവിലാറും. ഈ സമരം ചെയ്യുന്നതും പറയൂ. പ്രതിഷേധിക്കുന്നതൊക്കെ സാമൂഹിക നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്, മറ്റു വ്യക്തികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി സ്വന്തം സംഘടനയുടെ വളർച്ചയ്ക്ക് വേണ്ടി മാത്രം, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി, ദുഷ്ട രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രം ഇതൊക്കെ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇങ്ങനെയൊക്കെ പറയേണ്ടി വരുന്നത്, അല്ലേ? ഇതൊക്കെ കണ്ടന്റെയും കോരന്റെയും മക്കളല്ലയോ സമരം ചെയ്യുന്നത്? സാക്ഷാൽ പിണറായി വിജയന്റെ മക്കൾ എവിടാ പഠിച്ചത്? അമൃത യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. പിന്നെ അവരങ്ങ് വിദേശത്ത് പോയില്ലയോ? അവർക്ക് വ്യവസായം നടത്തണമെങ്കിലും അവർ കേരളത്തിൽ നിൽക്കത്തില്ലല്ലോ. ഇവിടുത്തെ എത്ര ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ കോളേജ് പ്രൊഫസർമാരുടെ തന്നെ മക്കള് കേരളത്തിൽ പഠിക്കുന്നുണ്ട്. അവരൊക്കെ വെളിയിലല്ലയോ പോകുന്നു? മന്ത്രിമാരുടെ മക്കളും ഒക്കെ വെളിയിലല്ലയോ വിദ്യാഭ്യാസത്തിന് പോകുന്നു? അപ്പൊ ഇതൊക്കെ ഈ പാവങ്ങളെ പറ്റിക്കാനുള്ള ഏർപ്പാടാണ്. ദൗർഭാഗ്യവശാൽ ഇതിലൊക്കെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഇവരെന്ത് ചെയ്താലും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന അന്ധമായ രാഷ്ട്രീയ പ്രതിബദ്ധതയുള്ള ഇവരൊക്കെ ജന്മിമാരാണ്. യഥാർത്ഥത്തിൽ ഈ കമ്മ്യൂണിസ്റ്റ് ജന്മിമാരാണ് ഇവർ. പഴയ ജന്മിമാർക്ക് ഇതിനേക്കാളും, ഞാൻ ചരിത്രം വായിക്കുമ്പോൾ ഇതിനേക്കാളും മാന്യതയും മര്യാദയൊക്കെ ഉണ്ട്. ഈ ആധുനിക ജന്മിമാര്, ആധുനിക കുത്തകകള്, അവരുടെ മക്കളെ സുരക്ഷിതമാക്കി എന്നിട്ട് പാവങ്ങളുടെ മക്കളെ സർക്കാർ വിദ്യാലയങ്ങളിൽ കൊണ്ട് സമരം ചെയ്ത് അവിടെ പ്രശ്നമുണ്ടാക്കി അവരെ വഴിതെറ്റിക്കാൻ ഇവർക്ക് സാധിക്കുന്നില്ല. ഇവരുടെ ആശയ കുത്തക തകർന്നു പോകുന്നു. ഇവർക്ക് സ്ഥാനമാനങ്ങൾ കിട്ടാതാകുന്നു. ഇവർക്ക് ധന ദുർവിനിയോഗം നടത്താൻ പറ്റാതാകുന്നു. ഇതൊക്കെയാണ് പ്രശ്നം. ചുരുക്കി പറഞ്ഞാൽ ഇനി ഇത് അധികകാലം നടക്കുമെന്ന് തോന്നില്ല. കാരണം സർക്കാരും പിന്നെ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ നല്ല ബന്ധമാണ്. ഈ സമരം തന്നെ മുഖ്യമന്ത്രി ഇടപെട്ട് നിർത്തി. അപ്പം ഇതിനുള്ളിൽ ഡ്രാമ വിത്തിൻ ഡ്രാമ നടക്കുന്നുണ്ട്. നാടകത്തിനുള്ളിൽ വേറൊരു നാടകം നടക്കുന്നുണ്ട്. അപ്പം ഇടതുപക്ഷത്തിന്റെ ഈ പൊയ്മുഖങ്ങൾ പിച്ചു ചീന്തപ്പെടുന്ന ഒരു സന്ദർഭമായിരുന്നു ഇന്നലെ നടന്നത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. നമ്മുടെ സമയം അവസാനിച്ചിരിക്കുന്നു. എന്തായാലും കൂടുതൽ ഇതിന്റെ പിന്നെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും പ്രേക്ഷകരെ കാണാം. നന്ദി. എന്തായാലും VC-മാർ ഈ RSSന്റെ ജ്ഞാനസഭയിൽ സംഘടിപ്പിക്കുന്ന ഈ ജ്ഞാനസഭയിൽ പങ്കെടുത്തതിൽ നിയമപരമായിട്ടോ ഭരണഘടനാപരമായിട്ടോ യാതൊരു തരത്തിലുള്ള തെറ്റില്ല. കാരണം ഗവർണർ അടക്കം അധ്യക്ഷത വഹിച്ച പരിപാടിയിലാണ് ഇവർ വൈസ് ചാൻസലർമാർ പങ്കെടുത്തിരിക്കുന്നത്. രാഷ്ട്രീയപരമായിട്ട് ഒരു പക്ഷേ ഇവർക്കൊക്കെ കുറ്റങ്ങളൊക്കെ ചാർത്താം എന്നുള്ള വകുപ്പ് മാത്രമേ ഇതിൽ നിലവിലുള്ളൂ. എന്തായാലും ഈ കാര്യത്തിൽ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചതിന് ഒരുപാട് നന്ദി സാർ.